ഹായ് ഹലോ മിഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ ചിന്തിച്ച് ഈ വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾ ആരെയാണോ ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സറിയാം എന്നൊരു ടോപ്പിക്കിലാണ് റീഡിങ് എടുക്കുന്നത്. ലെനോർമൻ കാർഡുകളാണ്, 9 കാർഡുകളാണ് എടുക്കുന്നത്. അപ്പോൾ അത് എല്ലാ തരത്തിലും എന്തൊക്കെയാണ് വരുന്നത്, ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണ്, ചിന്തകൾ എന്താണ്, റീയൂണിയനിൽ സാധ്യതയുണ്ടോ, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് കാണുന്നതെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ജനറൽ ആണെന്ന് പറഞ്ഞു, ടൈംലെസ് ആണ്. നിങ്ങളുടെ വ്യക്തമായ എനർജി കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ നോക്കാം ആ കിട്ടിയ കാർഡുകൾ ഏതൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഇതിനെ നമ്മൾ കാർഡുകൾ പലതരത്തിൽ വിശകലനം ചെയ്യാറുണ്ട്. ആദ്യത്തെ വരിയിൽ വന്നിട്ടുള്ളത് മൈസ് വന്നിട്ടുണ്ട്, ഡോഗ് വന്നിട്ടുണ്ട്, ഗാർഡൻ അത് വരുന്നുണ്ട്, കരടി വരുന്നുണ്ട്, ഒരു ശവപ്പെട്ടി, ഒരു വീട്, അതേപോലെ തന്നെ ഒരു ബിർച്ച് റോഡ് വരുന്നുണ്ട്, മൗണ്ടൻ, ചൈൽഡ്. ഇങ്ങനെയാണ് 1, 2, 3 വരികളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെയാണോ ചിന്തിക്കുന്നത് ആ വ്യക്തി പുറമേക്ക് ചിന്തിക്കുന്നതും കാണിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ പോലെ തന്നെ മൈസ്, ഡോഗ്, ഗാർഡൻ എന്നുള്ളത് വരുന്നത്. ബോധ മനസ്സാണ് അത് പറയുന്നത്, കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിനെയാണ് പറയുന്നത്. കാരണം ഡോഗ് ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു വിശ്വസ്തത എന്ന കാർഡിനെ മൈസ് ഒരു ചോർച്ച അല്ലെങ്കിൽ ഒരു ആശങ്ക വന്ന് തിന്നുന്നൊരവസ്ഥേനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിലോ സൗഹൃദത്തിലോ എവിടെയോ ഒരു അവിശ്വാസമോ ഭയമോ അല്ലെങ്കിൽ എന്തോ നഷ്ടപ്പെടുന്നു എന്ന ചിന്തയോ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. നിങ്ങൾ ആരെയാണോ ചിന്തിച്ചിട്ടുള്ളത് അവർ. ഗാർഡൻ പറയുമ്പോൾ സമൂഹ മാധ്യമങ്ങൾ, അതേപോലെ തന്നെ പൊതുജനം, അത് കാണിക്കുന്നത് അവർ ഈ ഒരു വിഷയം മറ്റുള്ളവരിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നൊരു വിഷയമായിരിക്കാം, അല്ലെങ്കിൽ പുറമേക്കെല്ലാം സാധാരണമാണെന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അവരൊരു ബോധ മനസ്സ് പറയുന്നത്. ഓക്കെ, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ അവർ ഓക്കെ ആണെന്ന് അവർ കാണിക്കുന്നുണ്ടാകാം, ഒരു അവിശ്വാസം കാര്യങ്ങളുണ്ടാകാം, എല്ലാം ഒരു ബോധ്യപ്പെടുത്തൽ പോലെ. രണ്ടാമത് സബ് കോൺഷ്യസ് മൈൻഡാണ് പറയുന്നത്. അതിൽ ഹൃദയം വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ കരടി. അതിൻ്റെ ഒരു നടുവിലെ വരിയിൽ വരുമ്പോൾ ഒരു ഹൃദയഭാഗം എന്നാണ് പറയുന്നത്, കരടി, അതേപോലെ തന്നെ ഒരു ശവപ്പെട്ടിയാണ് വന്നിട്ടുള്ളത്, ഒരു ഹൗസ് വരുന്നുണ്ട്, വീട്. ആ വ്യക്തിയുടെ ഉള്ളിലുള്ള യഥാർത്ഥ വികാരങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു അവസാനത്തിനെയാണ്, ഒരു സ്തംഭനാവസ്ഥ ഈ ശവപ്പെട്ടിയാണ് സൂചിപ്പിക്കുന്നത്. അധികാരം എന്ന് പറയുമ്പോൾ കരടി വന്നിട്ടുണ്ട്. അവരിൽ അധികാരമുള്ളൊരു വ്യക്തിയായിരിക്കാം, അവരുടെ സംരക്ഷണം ഉള്ളൊരു വ്യക്തിയായിരിക്കാം, അതിന് ഇടയിലാണ് ഒരു കുടുംബം, സുരക്ഷിതത്വം, സംരക്ഷണം, അധികാരം, ഇതിന് നടുവിലാണ് ഈ പറഞ്ഞ കോഫിൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു നെഗറ്റീവ് വശം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഉള്ളിലെ വലിയൊരു ഈഗോ ആയിരിക്കാം, അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളായിരിക്കാം, നിങ്ങളുടെ ബന്ധത്തിലെ ആശയവിനിമയത്തിലോ ഒരു വലിയ സ്തംഭനാവസ്ഥ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കോഫിൻ്റെ ഇത് വന്നേക്കാം, ഒരു അവസാനം വന്നിരിക്കുകയാണ്. അവർ മാനസികമായിട്ട് കടുത്ത വിഷമങ്ങളിൽ കൂടെയോ അല്ലെങ്കിൽ ഒരു മാറ്റത്തിൽ കൂടെയോ കടന്നു പോകുന്നൊരവസ്ഥയെ പറയുന്നുണ്ട്. മൂന്നാമത്തെ താഴത്തെ വരി പറയുന്നത് ബിർച്ച് റോഡ് വരുന്നുണ്ട്, മൗണ്ടൻ വരുന്നുണ്ട്, ചൈൽഡ് വരുന്നുണ്ട്. തർക്കങ്ങൾ ആവർത്തിക്കുന്നൊരു വിഷമം എന്താണോ നിങ്ങൾ ആ ചിന്തിക്കുന്ന വ്യക്തിയായിട്ടുള്ള ബന്ധത്തിലുള്ള ഇഷ്യൂ എന്താണോ അത് ആവർത്തിക്കുന്ന ഒരു വിഷമമായിട്ട്, അത് വലിയൊരു തടസ്സമായിട്ട്, ആ ഒരു കാരണം കൊണ്ടായിരിക്കും ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് അകന്നു നിൽക്കുന്നത്. ആ ഒരു തടസ്സങ്ങൾ കാരണം അവർ മാനസികമായിട്ടുള്ളൊരു സമ്മർദ്ദത്തിലായിരിക്കാം. ലാസ്റ്റ് കാർഡ് ചൈൽഡാണ് വരുന്നത്. അതൊരു പുതിയ തുടക്കം, നിഷ്കളങ്കതേനെയാണ് പറയുന്നത്. എല്ലാ തടസ്സങ്ങൾക്കും ഒടുവിൽ കാര്യങ്ങൾ 0-ൽ നിന്ന് പുതിയതായിട്ട് തുടങ്ങുക, ഒരു ഫ്രഷ് സ്റ്റാർട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഹൊറിസോണ്ടലായിട്ട് നോക്കുമ്പോൾ നമ്മൾ മൈസും ഗാർഡൻ അവരിത് വരുമ്പോൾ അവരുടെ ഉള്ളിലെ ആന്തരികമായിട്ടുള്ളൊരു ആശങ്കകൾ കാരണം അവർ സാമൂഹികമായിട്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. വെർട്ടിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഡോഗ്, മൗണ്ടൻ വരുമ്പോൾ മിററിംഗ് ആണ് നമ്മളിത് പറയുന്നുണ്ടോ. വിശ്വസ്തതയുള്ളൊരു സൗഹൃദം ഉണ്ടെങ്കിലും നിലവിൽ അവർക്കിടയിൽ വലിയൊരു ഈഗോ അല്ലെങ്കിൽ ഒരു ദൂരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ വലിയൊരു മതിൽ ഉയർന്നു നിൽക്കുന്നതായിട്ട് മൗണ്ടൻ്റെ കാർഡ് പറയുന്നുണ്ട്. ഡയഗണലായിട്ട് നമ്മൾ നോക്കുമ്പോൾ മൈസും ചൈൽഡും വരുമ്പോൾ പഴയ കടുത്ത വിഷമങ്ങളും നഷ്ടങ്ങളും മറന്ന് ഒരു പുതിയ കുട്ടിയെ പോലെ നിഷ്കളങ്കമായി കാര്യങ്ങൾ വീണ്ടും തുടങ്ങാനുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ട് എന്ന കാർഡുകൾ പറയുന്നുണ്ട്. നൈറ്റിങ് നമ്മൾ നോക്കുന്ന സമയത്ത്
കോഫിനിൽ നിന്ന് നൈറ്റ് ചെയ്യുമ്പോൾ അത് എത്തുന്നത് മൈസ് ഗാർഡൻ ബെർച്ച് റോഡ് ചൈൽഡാണ്. കാരണം ഇതിനർത്ഥം ഈ ഒരു സ്തംഭനാവസ്ഥയ്ക്ക്, ഈ ഒരു കോഫിൻ്റെ ഇതിന് കാരണം അവരുടെ ഉള്ളിൽ അമിതമായിട്ടുള്ള ചിന്തകളും മറ്റുള്ള വ്യക്തികളുടെ ഇടപെടലുകളും ആവർത്തിച്ചുണ്ടാകുന്ന വഴക്കുകളുമാണ് എന്നാണ്. കാരണം ഇതിൽ നിന്നുള്ളൊരു മോചനം ഒരു പുതിയ തുടക്കത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് അവരുടെ ഉപബോധ മനസ്സ് അറിയുന്നുണ്ടാകാം. ഈ കാർഡുകളുടെ എല്ലാം നമ്മൾ നമ്പേഴ്സ് കാര്യങ്ങൾ കൂട്ടി നോക്കുമ്പോൾ ടോട്ടൽ ഒരു 7 ആണ് വരുന്നത്. 7 എന്ന് പറയുമ്പോൾ ഒരു പാമ്പാണ്, സ്നേക്കിൻ്റെ കാർഡാണ് വരുന്നത്. ന്യൂമറോളജി പ്രകാരം ഈ ഒരു സാഹചര്യത്തിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ സ്നേക്കാന്ന് പറഞ്ഞു, അപ്പോൾ അവർ എന്തൊക്കെയോ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരായിരിക്കാം, നിങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ ശക്തമായിട്ടുള്ള മൂന്നാമതൊരു വ്യക്തിയുടെ ഇടപെടലോ മിസ്അണ്ടർസ്റ്റാൻഡിങ്സോ ചതി വഞ്ചന അതൊക്കെ ഒരു വില്ലനായിട്ട് നിൽക്കുന്നതായിട്ട് പറയുന്നുണ്ട്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളോട് അടിസ്ഥാനപരമായ വിശ്വസ്തതയും സ്നേഹവും ഉണ്ട്. പക്ഷേ ഈ കഠിനമായിട്ടുള്ള സാഹചര്യങ്ങൾ അവസാനിപ്പിച്ച് എല്ലാം പുതിയതായിട്ട് തുടങ്ങാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നെഗറ്റീവ് വശങ്ങളെന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ളൊരു ഈഗോ കാരണം അവരോ നിങ്ങളോ കടുംപിടുത്തത്തിലാണ്. വഴക്കുകളും ആശയവിനിമയമില്ലായ്മയും തേർഡ് പാർട്ടി സിറ്റുവേഷൻസും കാര്യങ്ങൾ ഒരുപാട് വഷളാക്കുന്നുണ്ട്. മനസ്സിൽ അവിശ്വാസവും സങ്കീർണതകളും സ്നേഹിക്കേണ്ട ഒരു എനർജി കാര്യങ്ങളുണ്ട്. ഇതിന് പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഓപ്പണായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കുക താൽക്കാലികമായിട്ട്. കാരണം നിലവിൽ മൗണ്ടൻ ഈ ബെർച്ച് റോഡ് കാർഡുകളുള്ളത് കൊണ്ട് നിങ്ങളിപ്പോൾ സംസാരിച്ചാലും നിർബന്ധിച്ച് സംസാരിക്കാൻ ശ്രമിച്ചാൽ വഴക്ക് കൂടാനേ സാധ്യതയുള്ളൂ. അത് അവർക്ക് അല്പം ഒരു സമയം കൊടുക്കാനാണ് പറയുന്നത്. ഈഗോ മാറ്റിവെക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകളുണ്ടെങ്കിൽ അത് കുട്ടികളെ പോലെ നിഷ്കളങ്കമായി സമ്മതിക്കുക. കോംപ്ലക്സ് ആയിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക. കാര്യങ്ങൾ തുറന്ന് പറയുക, ഒളിച്ചു വയ്ക്കാതിരിക്കുക എന്നൊക്കെ ഒരു എനർജി വരുന്നുണ്ട്. ഊർജ ശുദ്ധീകരണം വരുന്നത് നെഗറ്റീവ് ഊർജവും ഈ പറഞ്ഞ ട്രസ്റ്റിൻ്റെ മൈസിൻ്റെ സ്നേഹിൻ്റെയൊക്കെ ഒരു എനർജി മാറാൻ വീട്ടിൽ ഉപ്പുവെള്ളം ഉപയോഗിച്ച് തറ തുടയ്ക്കുന്നതോ വൈകുന്നേരങ്ങളിൽ കർപ്പൂരം കത്തിക്കുന്നതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. മഞ്ഞ നിറം ഉപയോഗിക്കുന്നത്, ഇപ്പോൾ പ്രാർത്ഥനകളിലോ ധരിക്കുന്ന വസ്ത്രങ്ങളിലോ മഞ്ഞ നിറം ഉൾപ്പെടുത്തുന്നത് ആ ഡോ കാർഡിൻ്റെ ഒരു പോസിറ്റീവ് ഊർജ്ജത്തിനെ വർദ്ധിപ്പിക്കാനും സൗഹൃദം തിരികെ കിട്ടാനും സഹായിക്കും. വിശ്വാസ്യത അതൊക്കെ തിരികെ കിട്ടാൻ ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ നിന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാവാം, പിതാവിനോ മാതാവിനോ തുല്യമായ ഒരു വ്യക്തിയിൽ നിന്നോ ഈ ബന്ധത്തിന്, നിങ്ങളുടെ ഒരു ബന്ധത്തിന് കടുത്ത എതിർപ്പുകൾ ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സുരക്ഷിതത്തിനെ പറ്റി അല്ലെങ്കിൽ പല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ അവരവരുടെ ആഗ്രഹങ്ങളെ അടക്കി പിടിച്ചിരിക്കുന്ന ഒരു പെട്ടിയായിട്ടാണ് ഈ ശവപ്പെട്ടിയെ കാണിക്കുന്നത്. ഒരു ആന്തരിക ഭയം അവർക്കുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് അവരെപ്പോഴും അവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അവർ തിരക്കുന്നത്. കാരണം ഈ ഒരു ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാകുമോ എന്നൊരു ഭയം അവരെ അലട്ടുന്നുണ്ട്. പല കാര്യങ്ങളിലും ഈ ഒരു ബന്ധത്തിൽ ക്ലാരിറ്റി ഇല്ലാത്തതായിട്ട് പറയുന്നുണ്ട്. ഇതിൽ കോർണർ കാർഡുകൾ നോക്കുമ്പോൾ മൈസ് ഗാർഡൻ ബെർച്ച് റോഡ് ചൈൽഡ് നോക്കുമ്പോൾ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ വെറും വ്യക്തിപരമായിട്ടുള്ളതല്ല, പുറത്തു നിന്നുള്ള ആളുകളുടെ ഇടപെടലുകൾ, അവരുടെ സംസാരങ്ങൾ കാരണം നിങ്ങളുടെ ബന്ധത്തിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഇത് ആ വ്യക്തിയെ കടുത്ത മാനസികമായിട്ടുള്ള ഒരു സമ്മർദ്ദത്തിലാക്കുന്നുണ്ടാകാം. കാരണം ഇതെല്ലാം മാറി ഒരു പുതിയ മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ടാകാം. ഡയഗണലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഗാർഡൻ വരുന്നുണ്ട്, കോഫിൻ വരുന്നുണ്ട്, ബെർച്ച് റോഡ് വരുന്നുണ്ട്. പൊതുസമൂഹത്തിന് മുന്നിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലോ ഉണ്ടായ ചില മോശം അനുഭവങ്ങൾ കാരണം അവർ ഈ ഒരു ആശയവിനിമയം പൂർണ്ണമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ടാകാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് ഓക്കെ അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം. അങ്ങനെ പല രീതിയിൽ ആ കിടക്കുന്ന പഴയ വഴക്കുകളുടെ ദേഷ്യവും വിഷമവും ഒക്കെ അതിൽ ഇപ്പോഴും കിടക്കുന്നു. അത് വീണ്ടും സംസാരിക്കുമ്പോൾ വഴക്കുകളിലോട്ട് ചെന്നെത്താനാണ് കൂടുതൽ സാധ്യത. ഇതിൻ്റെ ഭാവി സൂചനകൾ എന്ന് പറയുമ്പോൾ തടസ്സങ്ങൾ താൽക്കാലികമാണ്. മൗണ്ടൻ കാണിക്കുന്ന കഠിനമായ തടസ്സങ്ങളെ ദൂരത്തെയാണ്. പക്ഷേ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ചൈൽഡിൻ്റെ കാർഡ് വന്നുകൊണ്ട് ഈ കരിനിഴൽ പോലെ അധികകാലം നീണ്ടു നിൽക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കും. ഈ ബന്ധത്തിൽ പർവ്വത്തെ പോലെ ഉറച്ചു നിൽക്കുന്ന അവരുടെ ഒരു വാശി വൈകാതെ തന്നെ ഒരു കുട്ടിയുടെ മനസ്സ് പോലെ ഉരുകില്ലാതാകും എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൽ മാറ്റങ്ങൾ വരും എന്ന് പറയുന്നുണ്ട്. നിലവിൽ അവർ നിങ്ങളിൽ നിന്നൊരു അകലം പാലിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പുതിയ അവസരത്തിനായി അല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങൾ ശാന്തമാകാൻ വേണ്ടി അവർ കാത്തിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ളതോ ഇതിലൊരു ക്ലാരിറ്റി, ഒരു ഐക്യം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഇതിലൊരു എൻഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ അവർ ശ്രമിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ അതിനായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടാകാം. ഒരു പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ നിശബ്ദത പാലിക്കുന്നതായിരിക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ വിശദീകരണങ്ങൾ നൽകാൻ നിങ്ങൾ അമിതമായിട്ട് ശ്രമിക്കുമ്പോൾ അത് പാമ്പിൻ്റെ വിഷം പോലെ തന്നെ ഒരു തെറ്റിദ്ധാരണകൾ കൂടാനേ സഹായിക്കും.
കാരണം കുറച്ച് സമയത്തേക്ക് ഒരു നിശബ്ദത പാലിക്കുന്നത് അവരുടെ ഉള്ളിലെ കടുംപിടുത്തങ്ങൾ കുറയ്ക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ വീട്ടിൽ 5 തിരിയിട്ട വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് കുടുംബത്തിലെ നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളും തടസ്സങ്ങളൊക്കെ മാറ്റാൻ സഹായിക്കും എന്ന് പറയുന്നു. പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ ഭക്ഷണം നൽകുക, ഡോഗ്, മൈസ്, അതൊക്കെ മൃഗങ്ങളെ സൂചിപ്പിക്കുന്ന കാർഡുകളായതുകൊണ്ട് പക്ഷികൾക്കോ തെരുവ് നായ്ക്കൾക്കോ ഒക്കെ പതിവായിട്ട് ഭക്ഷണം നൽകുന്നത് ഒരു സ്പ്രെഡിലെ നെഗറ്റീവ് ദോഷത്തിനെ ലഘൂകരിക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ കോഫിൻ എന്ന് പറയുമ്പോൾ അതിന് താഴെ വരുന്ന മൗണ്ടനാണ്. ആ ഒരു വ്യക്തി ഒരു വലിയ മാനസികമായ കോട്ടയ്ക്കുള്ള സ്വയം അടച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥ. അവർ നിങ്ങളോട് മാത്രമല്ല സ്വന്തം വികാരങ്ങളോട് പോലും കഠിനമായിട്ടുള്ളൊരു നിശബ്ദത പാലിക്കുന്നുണ്ടാകാം. പുറമേ കാണിക്കുന്ന ദേഷ്യത്തെക്കാൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ളൊരു നിരാശയും ഏകാന്തതയും അവരനുഭവിക്കുന്നുണ്ടാകാം. ഇതിലെ വിശ്വാസ്യതയും ഭയം തമ്മിലുള്ളൊരു യുദ്ധം എന്ന് പറയാം. കാരണം മൈസും ഡോഗും വരുമ്പോൾ അവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ മറ്റാരോ അവരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോ വിവരങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളോ മുമ്പുണ്ടായിരുന്ന ചില കൈപ്പേറിയ അനുഭവങ്ങളോ കാരണം അവർ നിങ്ങളെ സംശയിക്കാൻ പ്രേരിതമാകുന്ന ഒരവസ്ഥ പറയുന്നുണ്ട്. മൈസ് ആ ഒരു വിശ്വാസത്തിന് ഡോഗിനെ കാർന്നു തിന്നുന്നൊരവസ്ഥ. പിന്നെ അതേപോലെ തന്നെ കരടിയും പിരിച്ചറോടൊക്കെ വരുമ്പോൾ അധികാരവും ആധിപത്യം. ഈ ഒരു വ്യക്തി സ്വന്തം കാര്യങ്ങളിൽ കടംപിടുത്തമുള്ളൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കാം. അല്പം ഈഗോ ഉള്ളൊരു വ്യക്തിയായിരിക്കാം. നിങ്ങളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവരുടെ വഴിക്ക് വരാത്ത സ്ഥിതിക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു വെട്ടൊന്ന് മുറി 2 അതിലൊരു തീരുമാനം, ആ ഒരു രീതിയിലുള്ളത്. അങ്ങനെ വന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ തകർച്ചകൾ നിങ്ങൾക്കുള്ള വന്നിട്ടുണ്ടാകാം. അപ്പോൾ ഒരു ക്ലാരിഫിക്കേഷനോ കാര്യങ്ങളോ അവരുടെ പല ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടികളോ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളോ ഈ ഒരു ബന്ധത്തിലൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. ഇതുപോലെ തന്നെ അധികാരവും ആധിപത്യമുള്ളൊരു വ്യക്തിയുടെ ഒരു സാന്നിധ്യം കാര്യങ്ങൾ ഈ ഒരു ബന്ധത്തിനുണ്ടാകാം. ഹൗസും ചൈൽഡും വരുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ, ഇതിലോ നിലവിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഭാവിയിലുള്ള ഒരുമിച്ച് ജീവിതത്തിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഹൗസിന് താഴെ ചൈൽഡാണ് വരുന്നത്. ബന്ധത്തിൻ്റെ അടിത്തറ തകർന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. വീണ്ടും ഒരു പുതിയൊരു തുടക്കത്തിലൂടെ അല്ലെങ്കിൽ എല്ലാം പഴയതുപോലെ ആകാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ ഈ ഒരു കാർഡ് തരുന്നുണ്ട്, ഹൗസും ചൈൽഡും. പിന്നെ ഇതിലെ പോസിറ്റീവ് കാർഡ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് തന്നെയാണ് 13. ഈ തടസ്സങ്ങൾ മാറാൻ മേ ബി ഒരു 13 ദിവസങ്ങൾ തുടങ്ങി ഒരു 13 ആഴ്ചകൾ വരെയുള്ള സമയം എടുത്തേക്കാം. ഏകദേശം ഒരു 3 മാസം വരെ എടുത്തേക്കാം. മൗണ്ടൻ 21 ആണ്. അതിൻ്റെ മാറ്റങ്ങൾ പതിയെ സംഭവിക്കുള്ളൂ. ക്ഷമ ഈ സമയത്ത് വളരെ അനിവാര്യമാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ന്യൂമറോളജിയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഭൈരവ ഹനുമാൻ പ്രാർത്ഥന കാര്യങ്ങൾ, കാരണം മറ്റുള്ളവരുടെ ഇടപെടലുകൾ കാരണമാണ് നിങ്ങളുടെ ഈ ഒരു പ്രശ്നം വഷളായതെങ്കിൽ ശനിയാഴ്ചകളിൽ ഹനുമാൻ ചാലിസ ചൊല്ലുകയോ അല്ലെങ്കിൽ ഭൈരവ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന് ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജ്ജത്തിനെ കണ്ണീറിനേക്ക് ഇല്ലാതാക്കുമെന്ന് പറയുന്നുണ്ട്. ഫുൾ മൂൺ മെഡിറ്റേഷൻ നല്ലതാണ്. ഗാർഡൻ അതേപോലെ തന്നെ മൗണ്ടനൊക്കെ വരുമ്പോൾ അത് നിങ്ങളുടെ ചിന്തകളെ ബാധിക്കാതിരിക്കാൻ പൂർണ്ണചന്ദ്രൻ ഉള്ള ദിവസങ്ങളിൽ വെളുത്ത വാവ് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും ആ ഒരു വ്യക്തിയിലേക്ക് നല്ല ചിന്തകൾ പ്രവഹിക്കാനും പോസിറ്റീവ് എനർജി ടെലിപ്പതി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പിന്നെ പഴയ സാധനങ്ങൾ മാറ്റുക. നിങ്ങളുടെ മുറിയിലോ വീട്ടിലോ കേടായതോ ഉപയോഗിക്കാത്തതോ ആയിട്ടുള്ള ഇലക്ട്രോണിക്കിൻ്റെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റുക. അത് മൈസ് കോഫി നൽകുന്ന ഒരു സ്തംഭനാവസ്ഥ, സാമ്പത്തിക മാനസിക ചോർച്ച ഇതിനൊക്കെ തടയാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ പുറമേക്ക് വളരെ ശക്തനും കടുംപിടുത്ത ഉള്ള ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഈഗോ ഉള്ളവളൊക്കെ ആയിട്ട് അഭിനയിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ള ഒരു കൊച്ചുകുട്ടിയെ പോലെ തന്നെ നിങ്ങളെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുമോ എന്നൊരു ഭയം ഒരുപക്ഷെ നിങ്ങൾക്കോ അവർക്കോ ഉണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുണ്ടായിട്ടുള്ള വഴക്കുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പുറത്തുള്ള ആളുകളെ അറിയുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നത് അവരെ വല്ലാതെ അപമാനിതയാക്കുന്ന ഒരു അവസ്ഥയുണ്ടാകാം. അല്ലെങ്കിൽ അന്തസ്സിനെ സൽപ്പേരിനെ ബാധിക്കുമോ എന്നൊരു ചിന്ത അവരെ നിശബ്ദരാകാൻ പ്രേരിപ്പിക്കുന്നുണ്ടാകാം. അവരുടെ ചിന്തകൾ നിലവിൽ വലിയ സങ്കീർണവും സന്ദേഹങ്ങൾ നിറഞ്ഞതാണ്. 2ാമത്തെ വരിയിൽ പറയുന്ന പോലെ തന്നെ ഹൃദയത്തിൽ ഒരു വലിയ തീരുമാനത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. അവർ നിങ്ങളിൽ നിന്നൊരു സന്ദേശമോ വ്യക്തതയോ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. 3ാമത്തെ വരിയിൽ പറയുമ്പോൾ ഏറ്റവും പ്രധാനം പ്രവൃത്തികളുടെ അവസാന ഫലം. ഓക്കെ, എത്ര കഠിനമാണെങ്കിലും ഒടുവിൽ കാര്യങ്ങൾ ശുഭമായി അവസാനിക്കും എന്ന് തന്നെയാണ് അത് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോഫിൻ ഇതൊരു പുനർജന്മം കൂടിയാണ്. ചിലപ്പോൾ ഇത് പൂർണ്ണമായിട്ട് അവസാനിക്കാം, അല്ലെങ്കിൽ അവിടെ മൊത്തത്തിൽ ഇതുവരെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറി പുതിയൊരു ഇതിലോട്ട് ഇത് മാറാം. പഴയ രീതിയിലുള്ള ഒരു ബന്ധം, പഴയ വഴക്കുകൾ, പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ അതെല്ലാം ഇവിടെ അവസാനിക്കുകയാണെന്ന് വിശ്വസിക്കുക. പകരം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു ബന്ധം പുതിയൊരു രൂപത്തിൽ പുതിയൊരു പക്വതയോടെ 0-ൽ നിന്ന് വീണ്ടും ആരംഭിക്കുമെന്ന് വിശ്വസിക്കുക. ഈ ഒരു മാറ്റം പെട്ടെന്ന് സംഭവിക്കില്ല, പർവ്വതം പോലെ പതുക്കെ നീങ്ങും, എങ്കിലും മാറ്റം ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലിയർ കോഡ്സിൻ്റെ ക്രിസ്റ്റൽ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. കാരണം നിങ്ങളുടെ ആ വ്യക്തിയിൽ അമിതമായിട്ടുള്ള ചിന്തകൾ കാര്യങ്ങൾ ഇല്ലാതാക്കാൻ അത് ഉപയോഗിക്കുന്നത് നല്ലതാണ്.
പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എത്രത്തോളം അവരെ നിർബന്ധിക്കുന്നോ അത്രത്തോളം അവർ പിന്നോട്ട് പോകുള്ളൂ. പ്രകൃതിക്ക് അതിൻ്റെതായ ഒരു ടൈം കൊടുക്കുക എന്ന് പറയില്ലേ, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു പോസിറ്റീവ് എനർജി അവരിലേക്ക് താനെ എത്തിച്ചേരും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇത്രയും നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയുടെ സ്നേഹം സത്യസന്ധമാണോ എന്ന് ചോദിച്ചാൽ അവരുടെ സ്നേഹം തീർച്ചയായിട്ടും സത്യസന്ധമാണ്. പക്ഷെ നിലവിൽ അത് കടുത്ത പ്രതിസന്ധി, ഭയം അതിൽ കൂടെ കടന്നു പോകുന്നൊരവസ്ഥയാണ്. കാരണം ചതിവില്ലാത്ത ഇപ്പോഴും കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വികാരത്തിനാണ് അത് കാണിക്കുന്നത്. ചൈൽഡ് വരുമ്പോഴും നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹം, കുട്ടികളെ പോലെയുള്ള ഒരു സ്നേഹത്തിനെ കാണിക്കുന്നുണ്ട്. ദേഷ്യവും വാശിയും ഒക്കെ പുറത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ള അവർ നിങ്ങളെ പഴയതുപോലെ വിശ്വസിക്കാനും സ്നേഹിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താണ് ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ അവരുടെ ചിന്തകൾ ആരോ തെറ്റായ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടാകാം. അവർക്ക് നിങ്ങൾ ഭയങ്കര അധികം ഇഷ്ടമായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വഞ്ചനയോ വേദനയോ ഉണ്ടാകുമെന്നൊരു അനാവശ്യമായിട്ടുള്ള ഭയം ചിലപ്പോൾ കുറച്ച് പേർക്ക് അവരുടെ മനസ്സിന് കാർന്ന് തിന്നുന്നുണ്ടാകാം. അമിതമായിട്ടുള്ള ഈഗോ, ആത്മാഭിമാനം, ഇത് ഈ ഒരു സാഹചര്യത്തിൽ വലിയ പർവ്വതം പോലെ നിൽക്കുന്നുണ്ട്. സ്നേഹം ഉണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കാൻ അവരൊരു ഈഗോ അനുവദിക്കുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ സ്നേഹത്തിൽ മായമൊന്നുമില്ല. അവർ നിങ്ങളെ ആത്മാർത്ഥമായി തന്നെയാണ് സ്നേഹിക്കുന്നത്. പക്ഷെ നിലവിലെ കടുത്ത സാഹചര്യങ്ങളും തെറ്റിദ്ധാരണകളും തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ആവർത്തിച്ചുണ്ടാകുന്ന വഴക്കുകളും കാരണം ഈ ഒരു സ്നേഹം ഒരു പെട്ടിക്കുള്ളിൽ എന്ന പോലെ താൽക്കാലികമായി അടച്ചു പൂട്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. ഈ തടസ്സങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ നിഷ്കളങ്കമായ സ്നേഹം ഒരു ചൈൽഡ് പോലെ പുറത്തോട്ട് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ ഒരു എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ നോക്കാം. ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി കാര്യങ്ങൾ അറിയാൻ ആരുടെ വീഡിയോസാണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് അവിടെ പോയി എടുക്കുക. നെഗറ്റീവും പോസിറ്റീവും പറയുന്നവരുടെ അടുത്ത് പോവുക, റിവേഴ്സ് കാർഡ് എടുക്കുന്നവരുടെ അടുത്ത് പോവുക. അതനുസരിച്ച് ഒരു ഗൈഡൻസ് എടുത്ത് മുന്നോട്ട് പോവാം. പിന്നെ ഇതിൽ കാണുന്ന എല്ലാ വീഡിയോസും ജനറലാണ്, ഇതും അടക്കം. അപ്പോൾ നിങ്ങളുടെ എനർജി അറിയാൻ നിങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞ് മുന്നോട്ട് പോവുക. ഇത് തന്നെ കണ്ട് മാറ്റം വരുമെന്ന് വിചാരിച്ച് അന്ധമായി വിശ്വസിച്ചിരിക്കുന്നത് മണ്ടത്തരമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പിന്നെ പേഴ്സണൽ റീഡിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ മാത്രം വരിക. പിന്നെ ബ്രേസ്ലെറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് വണ്ണം കുറയ്ക്കാൻ, വണ്ണം കൂട്ടാൻ, തൈറോയ്ഡ് ഇല്ലാതൊക്കെ അങ്ങനെ പലതരം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതുണ്ട്. പ്രണയം ആകർഷിക്കാൻ, സെൽഫ് ഹീലിങ്ങിന് വേണ്ടിയിട്ട് മണി മാഗ്നറ്റ്, ഇതൊക്കെ വിശ്വാസമുള്ളവർ മാത്രം ഉപയോഗിച്ചാലേ കാര്യമുള്ളൂ. താല്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും, കുറച്ച് തിരക്കിലാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേണം കാണുന്നവരെ. ബൈ ഫ്രം മിഷാനി.